ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ന് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. ശ്രീനഗറിൽ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിന പരിപാടികൾ. 10,000 ആയുഷ് ക്ലബ്ബുകൾ കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് യോഗ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉടൻ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി. ജമ്മുകശ്മീരിന്റെ ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും നരേന്ദ്രമോദി. BJP ലോക്സഭാംഗം ഭർതൃഹരി മഹതാബിനെ പ്രോടെം സ്പീക്കറായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ഇന്ത്യയിലെത്തും. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി. ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിൽ യോഗയുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്തു. എല്ലാവരും ദിനചര്യയുടെ ഭാഗമായി യോഗ മാറ്റണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലോകത്ത് യോഗ അഭ്യസിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. अंतर्राष्ट्रीय योग दिवस पर योग से हमें जो शक्ति मिलती है, श्रीनगर में हम उसे महसूस कर रहे हैं. मैं देश के सभी लोगों को, दुनिया के कोने कोने में योग कर रहे लोगों को कश्मीर की धरती से योग दिवस की बधाई देता हूं. साथियों, इंटरनेशनल योगा डे 10 वर्ष की ऐतिहासिक यात्रा पूरी कर चुका है. യോഗാഭ്യാസ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും യോഗ പരിശീലനം വ്യാപിപ്പിക്കാനും അടിസ്ഥാന ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി എല്ലാ ഗ്രാമപ്രധാൻമാർക്കും കത്തെഴുതിയിരുന്നു. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന്റെ പ്രമേയം. വിദേശ എംബസികളും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും ആഗോളതലത്തിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമാകുന്നു. 2015 അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ആരംഭിച്ചത്. ഡൽഹി, കർത്തവ്യപഥ്, ചണ്ഡീഗഡ്, ഡെറാഡൂൺ, റാഞ്ചി, ലഖ്നൌ, മൈസൂരു, ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭാ കേന്ദ്രം എന്നിവിടങ്ങളിലും യോഗാദിന പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ജമ്മുകശ്മീരിലെ ആർഎസ്പുര സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ BSF ഉദ്യോഗസ്ഥരും ജവാന്മാരും യോഗാഭ്യാസങ്ങൾ നടത്തി. ലഡാക്കിലെ കേണൽ സോനം വാങ്ചുക് സ്റ്റേഡിയത്തിലാണ് ജവാന്മാർ യോഗാഭ്യാസം നടത്തിയത്. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിലും യോഗാഭ്യാസ പ്രകടനം നടന്നു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് മധുരയിൽ യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. ലഖ്നൌവിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും യോഗ അഭ്യസിച്ചു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈരവയും മറ്റ് മന്ത്രിമാരും പങ്കെടുത്തു. ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ യോഗ പരിപാടികളിൽ മനോജ് തിവാരി MP പങ്കെടുത്തു. ഡൽഹിയിലെ യമുന സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന യോഗ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേതൃത്വം നൽകി. ലോധി ഗാർഡൻസിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും വാർത്താവിതരണ സെക്രട്ടറി സഞ്ജയ് ജാജുവും യോഗാദിന പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂഡൽഹി മില്ലേനിയം പാർക്കിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു യോഗ പരിപാടികളിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, പ്രഹ്ലാദ് ജോഷി, HD. കുമാരസ്വാമി, BL. വർമ്മ എന്നിവരും ദേശീയ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. കരസേനാ മേധാവിയായി ചുമതലയേൽക്കാനിരിക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി എന്നിവരും പരിപാടികളിൽ പങ്കാളികളായി. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നടന്ന 10ാമത് യോഗാ ദിന പരിപാടികളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ലേറെ പേർ പങ്കെടുത്തു. ന്യൂയോർക്കിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയും ടൈംസ് സ്ക്വയറിൽ അലയൻസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി UAEയിലും വിവിധ പരിപാടികൾ. യോഗയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ പരിപാടികൾ UAEയിലെ വിവിധ എമിറേറ്റ്സുകളിൽ സംഘടിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ പരിപാടികളിൽ പങ്കാളികളാകും. നേപ്പാളിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി യോഗ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശിൽ ഇന്ന് ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിക്കുന്നു.
മാലദ്വീപിലും ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആഘോഷിക്കുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുക്കുന്നു. ബനസ്കന്ദ ജില്ലയിലെ നാഡാബൈറ്റിൽ നടക്കുന്ന പരിപാടികളിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പങ്കെടുക്കും. കേരളത്തിൽ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 10,000 ആയുഷ് യോഗ ക്ലബ്ബുകൾ കൂടി കേരളത്തിൽ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നിരവധി പരിപാടികൾ നടക്കുന്നു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് യോഗ എന്ന മഹത്തായ അറിവ് നൽകിയത് ഇന്ത്യയാണെന്നും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് യോഗ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം മന്ത്രാലയം ദക്ഷിണ മേഖലാ ഡയറക്ടർ ഡി വെങ്കടേശൻ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ADG വി പളനിച്ചാമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ ഡി നവീൻ ബെഞ്ചിത്തിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾക്ക് വേണ്ടി യോഗ പരിശീലന ക്യാമ്പ് നടത്തി. പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് യോഗായനം പരിപാടി സംഘടിപ്പിച്ചു. കൊല്ലം നഗരത്തിലെ വനിതാ കൂട്ടായ്മ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി ഉടൻ തിരികെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. ശ്രീനഗറിൽ 1500 കോടി രൂപയുടെ 84 വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മു കാശ്മീരിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങളെ കേന്ദ്ര സർക്കാർ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ജമ്മു കശ്മീരിന്റെ ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ വൈകിട്ട് ശ്രീനഗറിലെത്തിയ പ്രധാനമന്ത്രിയെ പരമ്പരാഗത കശ്മീരി വസ്ത്രം ധരിച്ച കശ്മീരി വനിതകളാണ് നാടൻ പാട്ടുകളോടെ സ്വാഗതം ചെയ്തത്. ഷേർ-ഇ-കശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ കേന്ദ്രത്തിൽ ഒരുക്കിയ പ്രദർശനം അദ്ദേഹം വീക്ഷിച്ചു. ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ജമ്മുകശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കും. NDA സർക്കാർ 10 വർഷമായി ഏറ്റെടുത്ത ചില വികസന സംരംഭങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. റോഡ്, ജലവിതരണം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നീ മേഖലകളിൽ ഉൾക്കൊള്ളുന്ന 1500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്തു. 1800 കോടി രൂപയുടെ കാർഷിക അനുബന്ധ മേഖലകളിലെ മത്സരക്ഷമത മെച്ചപ്പെടുത്തൽ പദ്ധതിക്കും തുടക്കം കുറിച്ചു. സർക്കാർ മേഖലയിൽ നിയമനം ലഭിച്ച 2000-ഓളം യുവജനങ്ങൾക്കുള്ള നിയമന കത്തും അദ്ദേഹം വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നതിന് പുറമെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവരെയും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. BJP ലോക്സഭാംഗം ഭർതൃഹരി മഹ്താബിനെ പ്രോട്ടൈം സ്പീക്കറായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉത്തരവിറക്കി. സ്പീക്കർ തിരഞ്ഞെടുപ്പ് വരെ ലോക്സഭയിലെ ചുമതലകൾ നിർവഹിക്കുന്നതിനാണ് നിയമനം. പുതിയ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രോട്ടൈം സ്പീക്കറെ സഹായിക്കാൻ മുതിർന്ന ലോക്സഭാ അംഗങ്ങളായ കൊടിക്കുന്നിൽ സുരേഷ്, TR ബാലു, രാധാമോഹൻ സിംഗ്, ഫഗാൻ സിംഗ് കുലസ്തെ, സുദീപ് ബന്ദോപാധ്യായ എന്നിവരെ രാഷ്ട്രപതി ചുമതലപ്പെടുത്തിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 18ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് 26-ന് നടക്കും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായുള്ള പരാതിയിൽ CBI കേസെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. ഈ മാസം 18-നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നെറ്റ് പരീക്ഷ നടത്തിയത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ബാർബഡോസിൽ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 134 റൺസിന് എല്ലാവരും പുറത്തായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. ശ്രീനഗറിൽ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിന പരിപാടികൾ. 10,000 ആയുഷ് ക്ലബ്ബുകൾ കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് യോഗ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉടൻ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി. ജമ്മുകശ്മീരിന്റെ ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും നരേന്ദ്രമോദി.
BJP ലോക്സഭാംഗം ഭർതൃഹരി മഹതാബിനെ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ഇന്ത്യയിലെത്തും. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.